The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back. Let's begin with a quote. The harder you work for something, the greater you will feel when you achieve it. In the previous class, we discussed about in a circle, the angle which a chord makes with the tangent at one end on any side is equal to the angle which it makes on the part of the circle on the other side. In a circle, the angle which a chord makes with the tangent. Chordum tangentum തമ്മിലുണ്ടാവുന്ന angle ഏതിന് equal ആയിരിക്കും? Is one end on any side is equal to the angle which it makes on the part of the circle on the other side. സർക്കിളിൻ്റെ അതർ പാർട്ടിലുള്ള ആംഗിളിന് ഈക്വൽ ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ദ ടാൻജൻറ്റ് ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ കോഡ്. സോ ആംഗിൾ ഇസ് എക്സ്, എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദി ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് എ ടാൻജൻറ്റ് ഫ്രം ഔട്ട്സൈഡ്. Okay, so here is the circle and O is the center of the circle. A is a point outside the circle. Then AO, drawn AO and extended. ഓക്കെ, AO വരച്ചിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എ എന്നുള്ളൊരു പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് നമുക്ക് ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ ലൈൻ എന്നുള്ളത് ഈ രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പോൾ ഇവിടെയും ഈ പോയിന്റ് എ എന്നുള്ള പോയിന്റ് ഇവിടെ ഈ ലൈൻ ഈ രണ്ട് പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോവുകയാണെങ്കിൽ എ എന്നുള്ളൊരു പോയിന്റിൽ നിന്നും ഇതിലൂടെ ഒരു ടാൻജൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിലൂടെയും അതുപോലെ ഒറ്റ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. Okay, so from outside a point A, we can draw two tangents. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഔട്ട്സൈഡുള്ള ഒരു പോയിന്റിൽ നിന്നും നമുക്ക് മാക്സിമം 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് എ സർക്കിൾ 2 tangents can be drawn. അപ്പോൾ സർക്കിളിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്നും മാക്സിമം നമുക്ക് 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. Now see the circle AB and CD are the two chords and extended to meet at P. So we know the relation of this. Okay, so we already learnt in our circle lesson. What is that relation? That is PA into PB equal to PC into PD. അല്ലേ, ഈ രണ്ട് കോഡ്സ് വെളിയിൽ ഒരു പോയിന്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റിലേഷൻ വരിക. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. ഓക്കെ, അതേപോലെ ഹിയർ PC ഇസ് എ ടാൻജൻറ്റ്, ഇറ്റ്സ് നോട്ട് എ കോഡ്. ഓക്കെ, PC ഇസ് എ ടാൻജൻറ്റ് ആൻഡ് AB ഇസ് എ കോഡ് എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് P. ഓക്കെ, അപ്പോൾ ഇവിടെ PC എന്നുള്ളൊരു ടാൻജൻ്റാണ്, ഇത് ഒരു കോഡാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിന് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ റിലേഷൻ. Okay, so for that we can draw a line to meet at B here also. Okay, so now we have 2 triangles. നമുക്ക് 2 triangles ആക്കി ഇതിനെ എടുക്കാം. That is consider 2 triangles. That is triangle PAC എന്നുള്ളൊരു ട്രയാങ്കിളും ആൻഡ് ട്രയാങ്കിൾ PBC എന്നുള്ളൊരു വലിയ ട്രയാങ്കിളും PAC എന്നുള്ള ഒരു ചെറിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്തു.
Okay, so in these two triangles, which are the angles equal? That P is a common angle. അല്ലേ, PAC എന്നുള്ള ട്രയാങ്കിളിലും PBC എന്നുള്ള ട്രയാങ്കിളിലും P ഒരു കോമൺ ആംഗിളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടാൻജൻറ്റും ഒരു കോഡും. ഇപ്പോൾ ഇത് ടാൻജൻ്റ് ആണ് അല്ലേ, PC is a tangent and AC is a chord. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ, ഈ ആംഗിള് ഏത് ആംഗിളിലും കൂടെ ഈക്വൽ ആയിരിക്കും? ഇവിടെയുള്ള ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ P, that means angle APC equal to angle BPC. Angle APC equal to angle BPC. P എന്നുള്ളത് കോമൺ ആംഗിൾ ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഈ ഒരു ടാൻജൻറ്റും ഒരു കോഡിലും ഉണ്ടാവുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് ആംഗിൾ PCA ഈക്വൽ ടു ആംഗിൾ PBC. ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ഒരു ടാൻജൻറ്റും ഒരു കോഡും ഉണ്ടാവുന്ന ആംഗിള് ആ കോഡിൻ്റെ എൻഡ് ചെയ്യുന്ന സർക്കിളിൽ എൻഡ് ചെയ്യുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ ദ ആംഗിൾസ് വിൽ ബി ഈക്വൽ. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ദ തേർഡ് ആംഗിൾ ഓൾസോ ഈക്വൽ. അപ്പോൾ ഇൻ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് വി നോ ദാറ്റ് PA by PC equal to PC by PB. Okay, so we can cross multiply this. PA into PB equal to PC into PC. PA into PB equal to PC into PC. That is PC square. Okay, so here what is the relation? That is PA into PB equal to PC square. അപ്പോൾ ഇവിടെ ഒരു ടാൻജൻറ്റും ഒരു കോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പോയിന്റ് Pയിലേക്ക് കൊടുത്താൽ, so we can write the relation PA into PB equal to PC square. Okay, the first problem. In the picture below, AB is a diameter and P is a point on AB extended. A tangent from P touches the circle at Q. What is the radius of the circle? So, in the picture below, AB is a diameter. AB എന്നുള്ളത് diameter ആണ് and PQ is a tangent. AB എന്നുള്ളത് Pയിലേക്ക് മീറ്റ് ചെയ്തിട്ടുണ്ട്, Pയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. Okay, so here we have to find out the radius of the circle. Radius ആണ് ഇതിൻ്റെ കാണേണ്ടത്. അപ്പോൾ AB is a diameter. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് PA ആണ്. Total length is given as 8 cm. So here we know the relation. What is the relation? That is PA into PB equal to PC square. Or here it is given Q, so we can write PQ. Okay, so PA into PB equal to PQ square. So PA total length ആണ് തന്നിരിക്കുന്നത്, that is 8 cm. So we know that PA equal to 8 cm and PQ equal to 4 cm. Okay, so 8 PA 8 into PB equal to 4 square. Okay, so 8 into PB equal to 16. Okay, so PB equal to 16 by 8, which is equal to 2. PB ആണ് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇത്രയും ലെങ്ത്ത്, ഈ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് 2 ആണെന്ന് കിട്ടി. ഓക്കെ, സോ therefore PB equal to 2 centimeter. So what about AB? AB equal to 8 minus 2, which is equal to 6. AB equal to 6 centimeter. AB is a diameter of the circle. So AB 6 ആണെങ്കിൽ, so diameter 6 ആണെങ്കിൽ radius equal to 3. Okay, so therefore radius equal to 3 centimeter. Understood? Next problem. In the first picture below, the line joining 2 points on a circle is extended by 4 cm and a tangent is drawn from this point. Its length is 6 cm as shown. So this is the first picture. Here it is 4 cm and here the tangent, the length of the tangent is 6 cm.
The second picture shows the same line extended. ഇപ്പോൾ ഇവിടെ എത്രയാണോ തന്നിരിക്കുന്നത് അതിന്ന് 1 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് ബൈ 1 സെൻറ്റിമീറ്റർ മോർ ആൻഡ് എ ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ടാൻജൻറ്റ്? ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദിസ് ടാൻജൻറ്റ്. So for that we can name this figure P, A, B and C. Okay, so we know the relation, that is PA into PB equal to PC square. Okay, AB എന്നുള്ള ലെങ്ത് അറിയില്ല, അപ്പോൾ അതിന് നമുക്ക് x ആയിട്ട് എടുക്കാം. Okay, so what is the length of PA? സോ ടോട്ടൽ ലെങ്ത് പി മുതൽ എ വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? ഇത്രയും എക്സ് ആണ്, ഇത്രയും 4 ആണ്. സോ പി എ ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഓക്കെ, സോ എക്സ് പ്ലസ് 4 ഇൻറ്റു പി ബി. പി ബി ഈക്വൽ ടു 4 വിച്ച് ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി സ്ക്വയർ ഇസ് 6 സ്ക്വയർ. ഓക്കെ, ദെൻ എക്സ് ഇൻറ്റു 4 4x പ്ലസ് 4 ഇൻറ്റു 4 16 equal to 6 square. 6 square is 36. Okay, so 4x equal to 36 minus 16. 36 minus 16. So 4x equal to 20. So x equal to 20 by 4 which is equal to 5. So AB equal to 5. AB, x alle AB കിട്ടിയിരിക്കുന്നത്. So that is 5. Therefore x equal to 5. Total length PA equal to, ഇവിടെ 5 ആണ്, 5 plus 4 9 centimeter. PA equal to 9 centimeter and PB equal to 4 centimeter and PC equal to 6 centimeter. That is given in the question. Okay, here the second picture shows the same line extended 1 centimeter more. Here we have to find out the length of the tangent. Okay, so for that we can name this figure P, A, B and C. PC is the tangent. The same line extended 1 centimeter. So AB എന്നുള്ളത് അതേ ലെങ്ത് തന്നെയാണ്, that is 5. AB equal to 5 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? So 5 centimeter. Okay, so what is the relation? PA into PB equal to PC square. Okay, so PA total length, that is 10 into PB equal to 5 which is equal to PC square. Okay, so 50 equal to PC square. Therefore PC equal to root 50. Okay, so root 50 we can write 25 into 2. Okay, so that is 5 root 2 centimeter. So length of this tangent equal to 5 root 2 centimeter. Okay, let's wind up today's session. See you in the next class. Thank you. Bye.